തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യം 100% ശരിയാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് നിങ്ങൾക്കൊന്ന് പോകാമോ? അവിടുത്തെ സ്ഥിതി എന്താണെന്നറിയാമോ? പരിയാരം മെഡിക്കൽ കോളേജിലേക്കൊന്ന് പോകാമോ? അവിടുത്തെ സ്ഥിതി എന്താണെന്നറിയാമോ? ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ ഇതുപോലെ ശോചനീയമായ ഒരു കാലഘട്ടം ഉണ്ടാവില്ല. മരുന്നില്ല, ഡോക്ടർമാരില്ല, ഉപകരണങ്ങളില്ല. ഡോക്ടർ ഹാരിസ് പറഞ്ഞത് മുഴുവൻ ശരിയാണ്. ഞാൻ ഇതിനകത്ത് രാഷ്ട്രീയം ഒന്നും കാണാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ്. അത് പരിഹരിക്കാനുള്ള നടപടിയാണ് ഗവൺമെൻറ്റും ആരോഗ്യമന്ത്രിയും അടിയന്തരമായി സ്വീകരിക്കേണ്ടതായിട്ടുള്ളത്. അതിന് ആ ഡോക്ടറെ വേട്ടയാടാൻ ഇറങ്ങരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു സത്യം വിളിച്ചു പറഞ്ഞതിന് ഡോക്ടർ ഹാരിസിനെ വേട്ടയാടാൻ വേണ്ടി ഗവൺമെൻറ് ഇറങ്ങരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന. സുംബ ഡാൻസിനെ സംബന്ധിച്ച് ഗവൺമെൻറ് പ്രതിഷേധമോ അല്ലെങ്കിൽ എതിർപ്പോ രേഖപ്പെടുത്തിയ ആളുകളുമായി ചർച്ച ചെയ്യണം. ചർച്ച ചെയ്തിട്ട് ഒരു പരിഹാരം ഉണ്ടാക്കണം. കാരണം സ്കൂളുകളിൽ ഇതിൻ്റെ പേരിൽ ഈ തമ്മിലടിയും പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ദുരഭിമാനം വെടിഞ്ഞ് ഗവൺമെൻറ് ഈ കാര്യത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ല, യോഗ, സുംബ തുടങ്ങിയിട്ടുള്ളതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ളതാണ്. പക്ഷേ എതിർക്കുന്ന ആളുകളുടെ അഭിപ്രായം കൂടി നമ്മൾ നോക്കണം. എന്താണ് അവർ പറയുന്നത്? അവർ പറയുന്നതിനകത്ത് കാര്യമുണ്ടോ? ഒരു ജനകീയ ഗവൺമെൻറ്റിന് ആ ഉത്തരവാദിത്വം ഉള്ളതാണ്. അതുകൊണ്ട് അവരുമായി ചർച്ച ചെയ്യാൻ തയ്യാറാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശശി തരൂരുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ. അദ്ദേഹം ഇന്ത്യൻ നിരന്തരം പ്രധാനമന്ത്രിയെ അഭിനന്ദിക്കുന്ന തരത്തിലൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇത് വലിയ ദോഷം ചെയ്യുന്നില്ലേ? ഇത് നമ്മളൊരു അഭിപ്രായം പറയേണ്ട സാഹചര്യമല്ല. അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായതുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് ഈ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത്. ഞാനെപ്പോഴും അദ്ദേഹത്തെ ചേർത്ത് നിർത്തുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ ഒരിക്കലും ഞാൻ തള്ളിക്കളയാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളല്ല. അദ്ദേഹം ശശി തരൂർ പാർലമെൻറ്റിൽ നിൽക്കണമെന്ന് തന്നെ പറഞ്ഞത് ഞാനാണ്. അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ KPC പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ്. അപ്പോൾ ഇപ്പം എന്താണ് സാഹചര്യം എന്ന് പരിശോധിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് ഒരു തീരുമാനം എടുക്കുന്നത്. ഇല്ല, ഇപ്പോൾ ചർച്ചകളൊന്നും നടക്കും. അല്ല, അന്ന് UDF ഒറ്റക്കെട്ടായി എടുത്തൊരു തീരുമാനമാണ്. കാരണം അദ്ദേഹം സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാൻ തയ്യാറാകാത്തപ്പോഴാണ് ആ തീരുമാനം എടുത്തത്. ഇപ്പോഴേതായാലും ആ അൻവറിൻ്റെ കാര്യത്തിൽ വാതിൽ അടച്ചു തന്നെയാണുള്ളത്. ഭാവിയുടെ കാര്യം ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റും. അതോടൊപ്പം തന്നെ CPM നേതാവ് പറഞ്ഞ കാര്യം ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി കൂടി UDFിന്റെ ഭാഗമാകുമ്പോൾ ഈ 5ാം മന്ത്രിസ്ഥാനത്തിന് പുറമെ കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾ കൊടുക്കേണ്ടി വരും. അത്തരത്തിൽ അത് റഹീമിൻ്റെ ഒരു കള്ളപ്രചരണമാണ്. അവർ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടി ഞങ്ങളെ പൂർണ്ണമായി പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു. അപ്പം നമുക്ക് പിന്തുണ തരാൻ തീരുമാനിച്ചവരോട് നിങ്ങളുടെ പിന്തുണ വേണ്ടെന്ന് പറയാൻ പറ്റും. അതിനപ്പുറം UDFിൽ ചേരാനോ ഘടകകക്ഷിയാക്കാനോ ഉള്ള തീരുമാനം ഒന്നുമില്ല. ഇത് വെറും കള്ളപ്രചരണമാണ്. അത് എല്ലാവരും മനസ്സിലാക്കണം. ഈ ജാനകി സിനിമ വിവാദത്തിലെ സുരേഷ് ഗോപി ഇപ്പോൾ ഇതുവരെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. നാളെ സിനിമാ സംഘടനകൾ സമരത്തിലേക്ക് പോവാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു നിലപാട് വിഷയത്തിൽ എന്താണ് ഈ കേന്ദ്ര സെൻസർ ബോർഡ് കാണിക്കുന്നത്? ജാനകി എൻ്റെ പേരിട്ട് കഴിഞ്ഞാൽ എന്ത് അപകടമാണ് വരാൻ പോകുന്നത്? ഇതൊക്കെ ആരുടെ തലയിലാണ് ഇതൊക്കെ ഉദിക്കുന്നത്? വളരെ തെറ്റായ നടപടിയായിപ്പോയി എന്നാണ്. പിന്നെ കേന്ദ്രമന്ത്രി ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം പറയാത്തത്. എന്നാലും അത് എതിർക്കപ്പെടേണ്ട ഒരു നിലപാടാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ക്യാപ്റ്റൻ എന്നൊക്കെയുള്ള പ്രയോഗത്തിനെതിരെ അങ്ങ് രംഗത്ത് വരികയാണ്. അത് ശരിയല്ല. അദ്ദേഹം ക്യാപ്റ്റൻ ആണെങ്കിൽ അങ്ങ് മേജറാണെന്നൊക്കെയാണ് പറയുന്നത്. അതെ, ഇപ്പം നമ്മുടെ മുന്നിലുള്ള രണ്ട് അജണ്ടകളാണ്. ഒന്ന്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 2010 തിളക്കമാർന്ന വിജയം ആവർത്തിക്കുക. കാരണം പാർട്ടി പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പാണ്. അതാണ് ഒന്നാമത്തെ അജണ്ട. രണ്ടാമത്തെ അജണ്ട 100ലേറെ സീറ്റുകൾ നേടി UDFിനെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് പിന്നെ CPMൻ്റെ സൈബർ സഖാക്കന്മാർ ബോധപൂർവം പുകമറയുണ്ടാക്കാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കൈവച്ചാൽ മതി. അതൊന്നും നടക്കാൻ പോകുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ്
ഇത് കൂടുതൽ LDF കൂടുതൽ പാർട്ടികളൊക്കെ തന്നെ പാർട്ടികൾ ഞങ്ങൾ പറഞ്ഞത് എന്താണ്, KPC പ്രസിഡന്റ് പറഞ്ഞില്ലേ, ജനകീയ അടിത്തറ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞ പാർട്ടി വരിക മാത്രമല്ലല്ലോ, വിവിധ വ്യക്തികൾ, സംഘടനകൾ, സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ അവരുടെ പിന്തുണ തേടുക എന്നുള്ളതാണ്. നിലമ്പൂർ ജയിച്ചില്ലേ, ഉജ്ജ്വലമായ വിജയമല്ലേ, മിന്നുന്ന വിജയമല്ലേ അവിടെ ഉണ്ടായത്? അന്ന് ഇവരാരും ഇല്ലാതല്ലേ ഈ ജയം ഉണ്ടായത്? അപ്പം കേരളത്തിൽ ഒരു ഭരണമാറ്റത്തിൻ്റെ കേളികൊട്ട് ആരംഭിച്ചിരിക്കുന്നു. ഒരു രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ ഉണ്ടാകാൻ പോകും. അതിനോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന മുഴുവൻ വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും ഒക്കെ കൊണ്ടുവന്ന് ജനകീയ അടിത്തറ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഈ ചാട്ടനമക്കളുടെ പ്രയോഗം ഇപ്പം നടത്തേണ്ടതില്ല എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ശരിയാണ്.